വെൽക്കം ടു RS Astro Tarot. വീക്ക്ലി റീഡിംഗ് ആണ്. കാപ്രിക്കോണിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഷാരിയറ്റ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആൻഡ് ഫിയർലെസ് അംബിഷ്യസ് ആയിട്ടുള്ള കാർഡാണ്. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ജീവിതത്തിലുള്ള ഒരു പോയിൻ്റ് നിങ്ങൾ പ്ലാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നിങ്ങൾ ആ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങളതിന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ടിരുന്നു. റീസെൻ്റിലുള്ള കാർഡ് ആണത്. പ്രസൻറ്റ് അവസ്ഥയിൽ നിങ്ങൾ നല്ലൊരു പൊസിഷനിലിരിക്കുന്നു. നിങ്ങൾ വളരെ മെച്യൂർഡായിട്ടുള്ളൊരു പേഴ്സണാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മെച്യൂർഡായിട്ടുള്ളൊരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തരാൻ വരുന്നുണ്ട്. അത് ആരുമാകാം, ഫ്രണ്ടാകാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയാകാം, പുതിയ ഏതെങ്കിലും ബിസിനസ്സാകാം, ഏതെങ്കിലും ഒരു സ്ഥിര വരുമാനമാകാം, എന്തുവാകാം. നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ കറണ്ട് ടൈമിൽ നിങ്ങളുടെ മെൻറ്റാലിറ്റി അതിനെക്കുറിച്ച് ചിന്തിച്ച് വളരെ നിങ്ങൾ മനസ്സിനെ പ്രിപ്പയർഡ് ചെയ്ത് മുന്നോട്ട് പോകുവാനാണ് വളരെ ചിന്താപരമായിട്ട് ലോജിക്കലി ചിന്തിച്ച് തന്നെയാണ് നിങ്ങളതിന് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫലം തന്നെ നമുക്കതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. ഹെൽത്ത് വളരെ ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു സമയമാണ്. അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം മാറിയിരിക്കുന്നൊരു സമയമാണ്. ഫ്യൂച്ചറിലേക്കൊരു കാർഡ് എടുക്കാം. റീസെൻ്റ് അത് തൊട്ടടുത്തുള്ള സമയം. മെൻ്റലി ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി. ഈ കാർഡ് നെഗറ്റീവാണ് നേരെ കിട്ടിയ, റിവേഴ്സിലാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ട്രെസ്സായിട്ടുള്ള വലിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്ന എന്തെങ്കിലും കുറിച്ച് നിങ്ങൾ സ്ട്രെസ്സായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ആവുന്ന സമയമാണ്. മെൻ്റലി വളരെ സന്തോഷപരമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് വരുന്നത്. ഏതെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളുണ്ട്, മെഡിറ്റേഷൻ ചെയ്യണം. അതുപോലെ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളും ഇതുവരെ അലട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മുക്തി കിട്ടുന്നതാണ്. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് ഒരു ഹെൽത്ത് വൈസ് ആയിട്ടുള്ള ഒരു ടൈമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചിന്ത ഇനി ഒഴിവാകുന്നതാണ്. നമുക്കൊരു ഒറക്കിൾ കാർഡ് എടുക്കാം. കോൺട്രാക്റ്റ് കാണിക്കുന്നുണ്ട്. കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പേപ്പർ എഗ്രിമെൻറ്റ് പേപ്പർ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കിയുള്ള ഒരു എഗ്രിമെൻറ്റ്, അങ്ങനെ ഒരു സംതിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉടൻ തന്നെ ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതെന്തുവാകാം. പുതിയ ബിസിനസ്സിന് കോൺട്രാക്റ്റ് പേപ്പറുള്ള, പുതിയൊരു ലോൺ എടുക്കുന്നതിന് കോൺട്രാക്റ്റ് പേപ്പർ തയ്യാറാക്കണം, കല്യാണത്തിന് എഗ്രിമെൻറ്റ് പേപ്പർ തയ്യാറാക്കുന്നുണ്ട്. അതേപോലെ പുതിയൊരു പ്രോപ്പർട്ടി മേടിക്കുന്നു, അല്ലെങ്കിൽ സെല് ചെയ്യുന്നു, വിൽക്കുന്നു, അങ്ങനെ ഏതെങ്കിലും എല്ലാത്തിനും നമുക്ക് ഡോക്യുമെൻറ്റ്സ് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ്. പക്ഷേ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിച്ച് വായിച്ചിട്ട് സൈൻ ചെയ്യുക. അതുകൊണ്ട്